കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ SIR കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുക കേരളം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ലഭ്യമാകും. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാത്തവർക്ക് ജനുവരി 22 വരെ അപേക്ഷിക്കാം. അന്തിമ പട്ടിക ഫെബ്രുവരി 21-ന്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ 10ാം പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കൊള്ളയിൽ പങ്കില്ലെന്നും ശബരിമലയിൽ നിരവധി സംഭാവനകൾ നൽകിയെന്നും ഗോവർദ്ധൻ. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച ഹർജിയും ഇന്ന് പരിഗണിക്കും. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയെയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെടുക ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് 26-ന് വൈകിട്ട് ശരംകുത്തിയിലെത്തും. മണ്ഡലപൂജ 27-ന്. സർക്കാർ ജീവനക്കാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പിന്റെ പ്രീമിയം തുക വർദ്ധിപ്പിച്ചത് മാസം 500 രൂപയിൽ നിന്ന് 810 രൂപ. പ്രതിമാസം 310 രൂപയുടെ വർധനവ്. ഒരു വർഷം 8237 രൂപയും GSTയും നൽകണം. നിയമപരമായി നേരിടാൻ പ്രതിപക്ഷ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചു. വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിടെ കൊല്ലപ്പെട്ട രാംനാരായണന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത് തൃശൂർ മെഡിക്കൽ കോളേജിൽ എബാം ചെയ്ത ശേഷം. മൃതദേഹം വിമാനമാർഗം നാട്ടിലെത്തിക്കും. കേസിൽ ഇതുവരെ പിടിയിലായത് 5 പേർ.